എൻ വാസസ്ഥലം. നിൻമൊഴിയതോ എൻ ജീവബലം. നിൻ പാദമത്രേ എൻ വാസസ്ഥലം. നിൻമൊഴിയതോ എൻ ജീവബലം. അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു ഭാവിയില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു ഭാവിയില്ല. എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം. എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം. എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. ആമേൻ. എത്രയും ഉറപ്പുള്ള സമാധാനമുള്ള ഒരു വാക്യമാണ്. അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ ആ ഉടമ്പടിക്കകത്തുള്ള ഒരു കാര്യമാണ്, നീ സമാധാനത്തോടെ പിതാക്കന്മാരോട് ചേരും, ആമേൻ, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. ഈ അനേകരുടെ പ്രായം ചെല്ലുന്ന സമയങ്ങളിൽ അവർ ഭയങ്കര അസ്വസ്ഥരാണ്. മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, ശരീരത്തെ ഓർത്ത് പലപ്പോഴും പലരെയും വേണ്ട വിധത്തിൽ സൂക്ഷിക്കാനോ പരിപാലിക്കാനോ ആരുമില്ലാതെയൊക്കെ ഭയങ്കര അസ്വസ്ഥരായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് കേട്ട്, ദൈവത്തെ അനുസരിച്ച, ദൈവത്തെ വിശ്വസിച്ച, ദൈവത്തിൻ്റെ കൺകളിൽ നോക്കിയ ഒരു മനുഷ്യനോട് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്, ഒരു ഉറപ്പുള്ള പ്രോമിസാണ്. നിനക്ക് സമാധാനമായിരിക്കും നിന്റെ അവസാന സമയങ്ങൾ. ഇതെന്ന് പലരോടും പരിശുദ്ധാത്മാ പറയുന്ന ഒരു ദൂതായിരിക്കും. ലോകത്തിൽ പലർക്കും വരുന്ന സാഹചര്യമായിരിക്കത്തില്ല നിന്റെ സാഹചര്യം. പക്ഷെ നിനക്കൊരു ഭയങ്കര സമാധാനം ദൈവം നൽകും. സമാധാനത്തോടെ നീ പിതാക്കന്മാരോട് ചേരും. അവിടെയും ആ ദൂത് തീരുന്നില്ല. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. നിന്റെ ആയുസ്സിനെ പൂർത്തീകരിക്കും. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് ദീർഘായുസ്. വചനം പറയുന്നു, നീ നിന്റെ ആയുസ്സിനെ പൂർത്തിയാക്കും. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദീർഘായുസുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ്, നല്ല വാർദ്ധക്യത്തിൽ നീ അടക്കപ്പെടും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, 100-ാമത്തെ വയസ്സിലാണ് ഇസഹാക്കിനെ കിട്ടുന്നത്. ദൈവം പറയാണ്, അതൊന്നോർത്ത് ഭാരപ്പെടണ്ട, നിന്റെ തലമുറയെ നീ വളർത്തി വലുതാക്കി വിവാഹം കഴിച്ച് അതിൻ്റെ തലമുറയും കണ്ടിട്ട് നീ മരിക്കത്തുള്ളൂ. വാർദ്ധക്യത്തിൽ നീ മരിക്കും. അതെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വളരെ മനോഹരമാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന പലരോടും കർത്താവ് പറയുന്നു, ഒരു വലിയ സമാധാനം നിന്റെ കുടുംബത്തിൽ തരാൻ പോയ. ചില പ്രായമുള്ളവരിത് കേൾക്കുന്നുണ്ട്. അവർ ഭയങ്കര അസ്വസ്ഥരാണ്, മക്കളെ ഓർത്ത്, കൊച്ചുമക്കളെ ഓർത്ത്. പലരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരുമില്ല. പക്ഷെ ഇന്ന് ഈ വചനം പറയുന്നു, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും നിനവുകളിലും ദൈവം വസിക്കും. അതൊരു വലിയ ദൈവത്തിൻ്റെ വാഗ്ദത്തം. നിനവുകളിൽ, ഓർമ്മകളിൽ സമാധാനം. ഓർക്കുമ്പോൾ സമാധാനമുണ്ടാകുന്ന ഒരന്തരീക്ഷം ദൈവം തരും. ആരോഗ്യം തരും.
ചിലർ പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്, കർത്താവെ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ കർത്താവെ എൻ്റെ ജീവിതം പൂർത്തീകരിക്കണം. ഉറപ്പായിട്ടും നിങ്ങൾ ആർക്കും ഒരു ബാധ്യതയായിരിക്കത്തില്ല, നിങ്ങൾ ആർക്കും ഒരു ഭാരമായിരിക്കത്തില്ല. അബ്രഹാമിൻ്റെ ദൈവം നിങ്ങളുടെ ദൈവമാണ്. ദൈവം നിങ്ങൾക്ക് തരുന്ന ആയുസ് പൂർണ്ണമായി ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും തീർക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങൾക്ക് തരുന്ന വലിയൊരു വാഗ്ദത്തമല്ലേ ഇത്. അബ്രഹാമിനോട് പറഞ്ഞ ദൂത് പുസ്തകത്തിൽ എഴുതി നമുക്ക് ലഭിച്ചെങ്കിൽ ഇത് വായിക്കുകയും ഇത് കേൾക്കുകയും ചെയ്യുന്നവരോടും ദൈവം പറയുന്ന ദൂതാണ്, നീ സമാധാനത്തോടെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. യെസ്, അമേൻ. ദൈവമേ, നീ എന്നെ അമ്മയുടെ ഉദരത്തിൽ വഹിച്ചു, എൻ്റെ ബാല്യത്തിൽ നീ എന്നെ ഉപദേശിച്ചു, വാർദ്ധക്യത്തിലും നീ അനന്യനായ ദൈവമാണ്. അതെ, ഉദരം മുതൽ വാർദ്ധക്യം വരെയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനപ്പുറത്ത് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ എവിടെയാണോ അടക്കിയത് അവിടെ നിന്ന് നമ്മെ കൊണ്ടുപോകണം. നമ്മളെ കുറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. യെസ്, ഇത്ര നല്ലൊരു ദൈവത്തെ നമുക്ക് ദൈവം തന്നല്ലോ. സങ്കടപ്പെടേണ്ട, ആരുമില്ലെന്നും ഒറ്റയ്ക്കാണെന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. കർത്താവ് കൂടെയുണ്ട്. തക്ക സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ നടത്തേണ്ടതിന് ദൈവം തക്ക വ്യക്തികളെ, അത് മക്കളും കൊച്ചുമക്കളൊന്നും മാത്രമായിരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ട, ദൈവം അയക്കും. ദൂതന്മാർ വരുന്നത് പോലെ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ, നിങ്ങളെ പരിപാലിക്കാൻ ദൈവം വ്യക്തികളെ അയക്കും. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നിങ്ങളെ കൈവിടത്തില്ല. സമാധാനത്തോടെ ആയിരിക്കുക. പല ചോദ്യങ്ങളുടെ മുമ്പിലല്ലേ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നേ. നിങ്ങൾക്കുള്ള ദൈവശബ്ദമാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുപ്പാ, ഞങ്ങൾ ഇന്ന് നൽകിയ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ വാഗ്ദത്തത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ്, ഇന്ന് പകൽ കർത്താവ് അങ്ങ് ദീർഘായുസിനാൽ ഞങ്ങളെ തൃപ്തി വരുത്തി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവരിൽ അങ്ങ് കർത്താവെ ഓർമ്മകളിൽ നിലവുകളിലെല്ലാം ഇന്ന് സമാധാനത്തെ അയക്കുന്നതിന് നന്ദി പറയും. എല്ലാ അസ്വസ്ഥതകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ ചഞ്ചലപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെ സമാധാനത്തിൽ അവർ കർത്താവ് സ്വസ്ഥമായിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ഞങ്ങൾ കുടുംബമായിട്ട് പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പാ ദൈവമേ, ഈ മക്കളുടെ മേലുള്ള ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായി സ്തോത്രം. ശാരീരികമായ ചില ക്ലേശങ്ങളിലൂടെ കടന്നുപോയി സ്വയമായിട്ടൊന്നും ത്രാണിയില്ലാതെ നിൽക്കുന്ന ചിലരുണ്ട്. ഇപ്പോൾ മുതൽ ഒരു പ്രത്യേക ഡിവൈൻ ഹെൽത്ത്, ഡിവൈൻ സ്ട്രെങ്ത് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേലുണ്ടാകട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ആരോഗ്യമുണ്ടാകട്ടെ. ചില ദിവസങ്ങളായി ചിലരുടെ മേൽ നിൽക്കുന്ന മരണഭയം മാറിപ്പോകട്ടെ. ഏതൊക്കെയോ രോഗങ്ങളെക്കുറിച്ചുള്ള ചിന്താകുലങ്ങൾ മാറിപ്പോകട്ടെ. വലിയ ചില ഉറപ്പുകൾ ചിലർക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം. നീ സമാധാനത്തോടെയും ദീർഘായുസോടെയും ഇരിക്കും. കർത്താവ് അത് കൊടുത്ത് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികവും ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും തുറക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബം മേൽക്കുമേൽ അനുഗ്രഹപ്പെടണമേ. ഞങ്ങൾ കുടുംബമായിട്ട് പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കുക. ആമേൻ. ഗോഡ് ബ്ലസ് യു. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ
ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.